ദേ ഗായ്സ്, അപ്പോൾ മടവൂരിലെ മക്കാമിലേക്ക് ഞങ്ങൾ ഫാമിലി ആയിട്ട് സിയാർത്ത് പോവുകയാണ്. അപ്പോൾ പോണ വഴിക്ക് ഞങ്ങൾ പൊന്നാനി ഇറങ്ങി. ഇവിടെ വന്ന പിന്നെ നമ്മൾ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ടതാണ് മുട്ടപ്പത്തിരിയും ബീഫും. അതൊക്കെ വാങ്ങിയിട്ട് കുളത്തിന് അവിടെ നിന്ന് തിന്നുമ്പോഴുള്ള ഫീൽ ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കണം. ഒക്കെ കഴിഞ്ഞ് വണ്ടി കയറിയപ്പോഴത്തേനും പിന്നെ ഞാൻ സൈഡ് ആയിക്കണേ. തലേന്ന് ഞാൻ തീരെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാവും. അതൊക്കെ കഴിഞ്ഞ് പിന്നെ നീച്ചപ്പത്തിനും കോഴിക്കോട് എത്തിക്കണം. ഇതാണ് പിന്നെ നമ്മളെ മടവൂർ മക്കാമ്. ഇത് കാണാനാണ് നമ്മൾ മെയിൻ ആയിട്ട് വന്നിരിക്കുന്നത്. പിന്നെ ആയിക്കൂടെ നടന്ന് ആ മക്കാമ് മൊത്തം കണ്ടു കേട്ടോ. കുറെ ആൾക്കാരുണ്ടായിരുന്നു. എത്ര ആൾക്കാരാ അവിടെ. പിന്നെ ഞങ്ങൾ പോയ ടൈമിൽ നിസ്കരിക്കായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് എന്തൊക്കെ ദിക്കറൊക്കെ ഉണ്ടായിരുന്നു. അതിനൊക്കെ കൂടി പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് വിട്ടു. ഫുഡ് കഴിക്കാൻ പോയത് തന്നെ ഞങ്ങൾ മുട്ടായി തെരുവക്കാണ്. അവിടുത്തെ ഫുഡ് വേറെ രസമാണെന്നാണ് കാക്കു പറഞ്ഞത്. അപ്പൊ പിന്നെ ഞങ്ങൾ നേരെ അവിടെ കണ്ട് വിട്ടു. അവിടെ പോയിട്ട് പിന്നെ ഞാനൊരു ബീഫ് ബിരിയാണി വാങ്ങി. സത്യം പറയില്ല, ഞാൻ അത്രയ്ക്ക് ഉണ്ടാവുമെന്നൊന്നും കരുതിയില്ല, പക്ഷെ നല്ല ഇഷ്ടമായി. അത്യാവശ്യം ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ഫുഡ് കഴിക്കൽ കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ആകെ മപ്പായി. പിന്നെ ഞങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയും ചെയ്തു. ഉമ്മാനി മേമാനൊന്നും കാണാല്ലേ, ഒരു സാധനം എടുക്കാനായിട്ട് കയറിയിരിക്കാണ്. ഓർക്ക് പിന്നെ ഒരു കടയിൽ കയറിയായിരുന്നു പോരോ, 5-6 കടയിൽ കയറിയിട്ട് സാധനങ്ങളെ വില കുറച്ച് പറയണം, എന്നാലും അവർക്ക് സമാധാനമാവുള്ളൂ. അവിടുത്തെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ ബീച്ച് കണ്ട് പോകുന്നു. ബീച്ച് പോവാതെ പിന്നെ നമ്മൾ കോഴിക്കോട് പോയിട്ട് പോരാൻ പറ്റൂലല്ലോ, അതൊരു മോശമല്ലേ. എന്നിട്ട് പിന്നെ നമ്മൾ സമാധാനത്തിന് കുറച്ച് വീഡിയോസും ഫോട്ടോസും കണ്ട് എടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഉപ്പിലിട്ട മാങ്ങയൊക്കെ തിന്നാൻ പോയി. പിന്നെ ആ തീറ്റ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കൊണ്ട് ഐസ്ക്രീം തിന്നാൻ പോയി. ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു ഭാഗത്ത് ഇരിക്കാൻ പോയപ്പോൾ അവിടെ ഒരു ചെങ്ങായി ഇത് എന്തൊക്കെയാ കാട്ടണു, ആളെന്തൊക്കെയാ ഡാൻസ് എന്തൊക്കെയാ കളിക്കുകയാണ്. എന്നിട്ട് പിന്നെ ഞങ്ങൾ കല്ലുമ്മക്കായ വാങ്ങാൻ പോയി. അവിടെയാണ് ഒടുക്കത്തെ തിരക്ക്, നിൽക്കാനിരിക്കാനോടൊന്നും സ്ഥലം ഉണ്ടാവില്ല. അങ്ങനെ പിന്നെ കുറച്ച് എണ്ണക്കടിയൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ പിന്നെ പെരേ പോന്നു. അപ്പൊ ബാക്കി പിന്നെ